പാഠം 758. ഒരു വലിയ തൊഴിൽ ചിന്ത. ചോറ്റുപാത്രം. ഇനി ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. മണി 8:30 ആയുള്ളൂ. ഇപ്പോഴേ ചോറെടുത്തെന്തിനാ? മോഹനേട്ടനല്ലേ പറഞ്ഞത് മോഹനേട്ടൻ 9 മണിയാകുമ്പോഴേക്കും പോണോന്ന്. ഇനി ഞാൻ ചോറെടുക്കാൻ വൈകിയതുകൊണ്ട് മോഹനേട്ടൻ പോവാതിരിക്കണ്ടേ? ശരി, ഞാൻ 9 മണിക്ക് പോണെന്ന് പറഞ്ഞുള്ള നേരാ. പക്ഷെ സാധാരണ ഞാൻ പോകാൻ നേരത്താണല്ലോ നീ ചോറും കൊണ്ടുപോകാറുള്ളത്. ഇന്നെന്താ നേരത്തെ? എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. അയാളോട് ചിലപ്പോ എനിക്ക് 1/2 മണിക്കൂർ കൂടുതൽ സംസാരിക്കേണ്ടി വരും. അതാരാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ ഒരു കക്ഷി. കക്ഷിക്ക് പേരില്ലേ? എന്റെ എത്ര കക്ഷികളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന് മനസ്സിലാവും. ആളിപ്പോഴത്തും. അപ്പോ എനിക്ക് കുറച്ച് മനസ്സമാധാനമായിട്ട് അവളോടൊന്ന് സംസാരിക്കണം. ഓ, അപ്പൊ വരുന്ന പെണ്ണാണ്? അതെ. വിവാഹമോചനായിരിക്കും കേസ്. കേസ് എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവളോട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും. അത് കൊള്ളാം. സാധാരണ കക്ഷി വരുന്നത് കേസുമായിട്ടാണ്. ഇവിടെ ഇപ്പോ കക്ഷി വന്നതിന് ശേഷം ചർച്ച ചെയ്തതിന് ശേഷമാണ് കേസ് ഉണ്ടാവുന്നത്. അതൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. മോഹനേട്ടൻ ഇടപെട്ട് കുളവാക്കാതിരുന്നാ മതി. ഇതാ ചോറ്റുപാത്രം. ഷർട്ട് മുണ്ട് ഞാൻ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ കഴിക്കാനുള്ളത് വിളമ്പി ഉണ്മേശ്വരം വെച്ചിട്ടുണ്ട്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ. അയ്യോ, അവള് വന്നു തോന്നുന്നു. 8 മണിക്ക് വരാന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ സമയം 8:30 നിന്റെ അല്ലേ കക്ഷി? 8:30 വന്നല്ലോ എന്ന് ആലോചിക്കുക. നീ ആണെങ്കിൽ രാവിലെ 8:30 എന്ന് പറഞ്ഞാൽ രാത്രി 8:30 ആവും വരാൻ. തമാശ പറഞ്ഞതായിരിക്കും, പക്ഷെ അത് അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞ. കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിന്ന് വെറുതെ നേരം കളയാതെ ഷർട്ട് മുണ്ടും എടുത്തിട്ട് ഭക്ഷണം കഴിച്ച് ആഫീസിൽ പോകാൻ നോക്ക്. ആലീസിനെ ഞാൻ കാത്തിരിക്കായിരുന്നു. അവരുടെ തീരുമാനം മാറ്റാൻ വലിയ പ്രയാസമായിരിക്കും. ഇനിയൊരൊറ്റ വഴിയേ ഉള്ളൂ. ജോസൂട്ടിയുടെ കൂടെ ആലീസ് വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളെന്ന് പറഞ്ഞാളെ. കാല് പിടിക്കണമെങ്കിൽ കാല് പിടിച്ചോ. അതിൽ വലിയ നാണക്കേടെന്ന് വിചാരിക്കണ്ട. കാര്യം കാണാൻ ഭാര്യയുടെ കാല് പിടിക്കാമെന്നാണല്ലോ പ്രമാണം. എങ്ങനെയെങ്കിലും ആലീസിന്റെ ജോലി രാജിവെപ്പിച്ച ജോസൂട്ടി രക്ഷപ്പെട്ടു. പിന്നൊന്നും പേടിക്കാനല്ലോ. അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ സാറേ. ശരിക്ക് ശ്രമിക്കണം. അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും രണ്ടിടത്ത് ജീവിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പരിപാടിച്ചോളാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ജോസൂട്ടി വില്ലേജ് ഓഫീസിലേക്ക് വാ. ഓ, ആലീസിനെ എങ്ങനെ വീഴ്ത്താന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി, പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ശരി ബാബു. ബാബു എന്നെ പലരും വിളിക്കും. അത് എന്നോട് പറഞ്ഞ കാര്യം എന്താ? അയ്യോ, പറയണ്ടേ, പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നില്ല. ജോസുകുട്ടിയുടെയും ആലീസിന്റെയും കുടുംബകാര്യത്തിൽ നീ ഇടപെട്ടത് ഒട്ടും ശരിയായില്ല. ഞാൻ അങ്ങോട്ട് പോയി ഇടപെട്ടതാണോ മോഹനേട്ടാ? ആലീസ് ഇങ്ങോട്ട് വന്നതല്ലേ. ഒരാൾ ഇങ്ങോട്ട് വന്നൊരു ഉപദേശം ചോദിക്കുമ്പോ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക്? പക്ഷേ നീ കൊടുത്ത ഉപദേശം മഹാമോശമായി പോയി. ജോലി രാജിവെച്ച് ആലീസ് ജോസുകുട്ടിയുടെ പോയില്ല എങ്കിൽ ജോസുകുട്ടി ആലീസിനെ ഉപേക്ഷിക്കും എന്നുള്ളത് ഉറപ്പാ. അങ്ങനെ ആലീസിന്റെ കുടുംബം തകർന്നാൽ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഞാൻ എന്തേന്ന്? മോഹനേട്ടാ, ഈ കാര്യത്തിൽ ആലീസിന്റെ ഭാഗത്താണ് ന്യായം. അവള് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയൊരു ജോലിയല്ലേ. ആ ജോലി കളയുന്ന എങ്ങനെയാ? കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്തരം ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ സകല ത്യാഗവും പെണ്ണുങ്ങൾ തന്നെയാണ് സഹിക്കേണ്ടി വരുന്നത്. കുടുംബം പെണ്ണുങ്ങളുടെ മാത്രം ആവശ്യമാണോ? അല്ലല്ലോ. അപ്പൊ ആണുങ്ങൾ കുറച്ച് ത്യാഗം സഹിക്കുന്ന ഇല്ല, അത് ശരിയാവില്ല. ആണുങ്ങളുടെ ഇഷ്ടം മാത്രമേ വീട്ടിലെ നാട്ടിലെ നടക്കാവൂ എന്നാണ് നിങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം നടത്തിയെടുക്കാൻ പെണ്ണുങ്ങളെ ഓരോന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. പാവം പെണ്ണുങ്ങള് നിങ്ങളുടെ തട്ടിപ്പ് വീഴും. പക്ഷേ ആലീസിന്റെ കാര്യത്തിൽ അത് നടക്കില്ല. അവക്ക് ബുദ്ധിയുണ്ട്. ആലീസ് കൂടെ പോയില്ലെങ്കിൽ അവളെ കുടുംബം തകരും. ഒരുമിച്ച് ജീവിക്കണമെന്ന് ജോസുകുട്ടി ആഗ്രഹിക്കുന്നതിൽ എന്താണ് ഭമേ തെറ്റ്? ഒരു തെറ്റുമില്ല. ജോസുകുട്ടി ജോലി രാജിവെച്ച് ഇവിടെ വന്ന് നിൽക്കട്ടെ. അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. നടക്കില്ലെങ്കിൽ വേണ്ട. മോഹനേട്ടാ, കുടുംബ സമാധാനത്തിന് വേണ്ടി പെണ്ണുങ്ങൾ മാത്രമായിട്ട് ത്യാഗം ചെയ്യുന്ന ഒരു കാലമുണ്ടല്ലോ, അത് കഴിഞ്ഞു.
ജോസൂട്ടിക്ക് വേണ്ടാത്ത കുടുംബം ആലീസിനും വേണ്ട. അത്രയേ ഉള്ളൂ. തീരുമാനിച്ചത് ഞാനല്ല, ആലീസാണ്. അവൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മോഹനോട് അങ്ങോട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈശ്വര, എനിക്ക് സ്ഥലം മാറ്റം വന്നാൽ ഇവള് കൂടെ പോരില്ലെന്നുള്ളത് ഉറപ്പായി. പെണ്ണുങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച പാവ ആണുങ്ങൾ എന്ത് ചെയ്യും? ഓ, ഹലോ, അതെ തുമ്മനാണ്. ശിവൻകുട്ടി ചേട്ടാ, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ ധൃതി പിടിച്ച കാര്യങ്ങളെല്ലാം നടക്കൂ. അതേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. അല്ല, ഞാൻ പല വഴിക്കും നോക്കി. എല്ലാം ശരിയായിട്ട് വരണ്ടേ? എന്തെങ്കിലും ശരിയായി വന്നാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാം. ശരി ശരി ശരി, നമസ്കാരമുണ്ട് സാറേ. നമ്മുടെ പുത്തമ്പുരക്കിലെ ശിവൻകുട്ടി ചേട്ടന് രാവിലെ മുതൽ വിളിയോട് വിളിയാ. ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാനുള്ള സമയം തരണ്ടേ? എന്താ പ്രശ്നം? പ്രശ്നം അങ്ങനെ കയ്യിരിപ്പിന്റെ തന്നെ. അയാൾക്ക് ടൗണിൽ ഏതോ ഒരു വലിയ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നല്ലോ. 7-8 കൊല്ലം മുമ്പ് ശിവൻകുട്ടി ചേട്ടന് സാവിത്രി ചേച്ചിയും തമ്മിലുള്ള കല്യാണം നടക്കുന്ന സമയത്ത് സാവിത്രി ചേച്ചിക്കും ജോലി ഉണ്ടായിരുന്നു. ഏതോ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു ചേച്ചി. പക്ഷെ കല്യാണം കഴിഞ്ഞ പാടെ ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഇനി ജോലിക്ക് പോകണ്ട എന്ന്. കുടുംബം നടത്താനുള്ള പൈസ പുള്ളിക്കാരെ ഉണ്ടാക്കുന്നുണ്ട്. സാവിത്രി ചേച്ചിയുടെ ശമ്പളം ആവശ്യമില്ല. അന്തസ്സുള്ള ആണുങ്ങൾ ഭാര്യയുടെ ചെലവിൽ ജീവിക്കില്ല എന്നൊക്കെ ആയിരുന്നു പ്രമാണം. അന്ന് വിവരമുള്ളവരൊക്കെ പറഞ്ഞു ഒരു ജോലിയുള്ളതല്ലേ, കളയണ്ട കളയണ്ട എന്ന്. പക്ഷെ ശിവൻകുട്ടി ചേട്ടൻ വക വച്ചില്ല. അങ്ങനെ ചേച്ചിയുടെ ജോലിയും പോയി. കഴിഞ്ഞ മാസം വണ്ടി ഇടിച്ച് 2 കാലിന്റെ സ്വാധീനം പോയി ശിവൻകുട്ടി ചേട്ടൻ കിടപ്പിലായതോടുകൂടി വീട്ടിൽ വേറെ വരുമാന മാർഗം ഇല്ലാതായില്ലേ സാറേ. നഷ്ടപരിഹാരം കിട്ടിയ കാശുകൊണ്ട് ആശുപത്രി ചെലവൊക്കെ നടന്നു. ഇനി അങ്ങോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിലേ വേറെ വരുമാനം വേണം. സാവിത്രി ചേച്ചിക്ക് പറ്റിയ ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത്.